ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ദിൽഖുഷാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ നാട്ടിൽ വരുന്നത് ദീപാവലി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ദീപാവലി സ്വീറ്റ്സ് വാങ്ങാൻ സാധിച്ചു. വാൾഡിക്കും വെറോണിക്കയ്ക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ കഴിച്ച പലഹാരങ്ങളിൽ ഈ ദീപാവലി സ്വീറ്റ്സ് പോയിട്ട് വാൾഡിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദിൽഖുഷാണ്. പിന്നെ ഇതിൻ്റെ പേരന്വേഷിച്ചു. ഞാൻ ദിൽഖുഷ് എന്നും പറഞ്ഞു. അതെന്താണെന്നും ചോദിച്ചു. അപ്പോൾ നമ്മൾ ഈ ഉപ്പുമാവിനെ സോൾട്ട് മാംഗോ ട്രീ എന്ന് പറയും പോലെ ഈ ദിൽഖുഷിനെയും ഞാൻ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. ലവ് ഈസ് ഹാപ്പിനെസ് എന്നൊക്കെ. Hi. Today we are making dilkush. ഏതായാലും വാൾഡിക്ക് അതും അങ്ങ് ബോധിച്ചു. ഈ ദിൽഖുഷ് എന്ന് പറയുന്നത് വളരെ പഴയ ഒരു പലഹാരമാണെന്ന് പറയാം. ഒരു 90s. ഇപ്പോൾ ഒത്തിരി പുതിയ പലഹാരങ്ങൾ വന്നെങ്കിലും ഇതിൻ്റെ രുചി ഒന്ന് വേറിട്ട് നിൽക്കുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന തേങ്ങയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിലെ തേങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും വാൾഡിയും ഇത് ഇഷ്ടപ്പെടുവാൻ കാരണം. ഇവിടെ തേങ്ങ വരുന്ന ചോക്ലേറ്റ്സ് ഉണ്ട്. അത് ഇവിടെയുള്ളവർക്ക് ഒത്തിരി ഇഷ്ടവുമാണ്. അതുപോലെ ആയിരിക്കും. പിന്നെ തിരിച്ച് ഞങ്ങളിങ്ങ് പോളണ്ടിൽ വന്നപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ദിൽഖുഷിനെ പറ്റി പറയും. അങ്ങനെയാണ് ഞാൻ ഈ ദിൽഖുഷ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇത് ഞാൻ യൂട്യൂബിലെ ഒരു റെസിപ്പി നോക്കി ഉണ്ടാക്കിയതാണ്. ഞാൻ വെറോണിക്കയും ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചു കേട്ടോ. പിന്നെ ചോറും അവിയലും ഒക്കെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും കൊച്ചു നമ്മുടെ ദിൽഖുഷെങ്കിലും ഉണ്ടാക്കാൻ പഠിക്കട്ടെ അല്ലേ?